ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈക്കോ കാർഡായി. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാൾ പറഞ്ഞാൽ കുറേ നാളായി. ആൻഡ് ഇത് ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു എക്സാമിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ആൻഡ് ആൾസോ ഇതിലുള്ളത് ഡെയിലി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് കോയമ്പത്തൂർ, ഉക്കടം, കരിമ്പുകട, ഗാന്ധിനഗർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഒരു വ്ളോഗാണ്. അത്ര ലാഗ് അടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ളും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ആൻഡ് യൂസ്ഫുൾ പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും. ആൻഡ് മുർഷിദ് ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങൾ എക്സാമിന് പോകണ രാവിലെ കേട്ടോ. രാവിലെ ദാഫിയ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എക്സാമിന് പോകാൻ നിൽക്കുകയാണ്. യാ ഫുൾ ബിസിയാണ്. Yeah, come on girl. Let's 3 girls are exploring. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇന്ത്യൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ മോർണിംഗ് നമ്മൾ കോളേജിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെതായ പല പല ബുദ്ധിമുട്ട് എനിക്ക് ഈ വോയിസ് ഓവറിലുണ്ടാവും. കുറേ ഞാൻ എന്താ പറയുക എഡിറ്റ് ചെയ്യാനിരുന്നിട്ടൊന്നും എനിക്ക് കിട്ടുന്നേ ഇല്ല വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും. അപ്പോൾ രാവിലെ നേരത്തെ കോളേജിൽ പോയി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിലേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അവിടെ ഒരു എക്സാം ഉണ്ട്. ഇത് ഫ്രൈഡേ ആട്ടോ. ഫ്രൈഡേ ഈവനിങ് ആണ്, മോർണിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് അവിടെ സ്റ്റേ ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ കോളേജെത്തി കാഷ്വലായി വ്ളോഗൊക്കെ എടുത്ത് എന്താ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഞാനായിക്കോട്ടെ മുർഷിദായിക്കോട്ടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം മാറിക്ക് നിന്നിട്ട് വീട്ടിൽ നിന്നെല്ലാം നിൽക്കുന്നത്. അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ 3 പേരും തലേന്ന് തന്നെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ന് വെച്ചാൽ ഒരു ബാങ്കിൻ്റെ എക്സാമാണ്. നമ്മൾ പേഴ്സണലി രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാൻ പോകുന്ന എക്സാം ആയിരുന്നു. നമ്മൾ കുറേ തലേന്ന് തന്നെ പിന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം എന്നും കൂടെ പ്ലാനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. മെയിൻ എന്താ പറയുക, എക്സാം എഴുതണം, അത് കൂടാതെ തന്നെ അവിടെ നിന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്യണമെന്നായിരുന്നു. കോളേജിൽ വന്ന് ഓരോ പീരീഡ് കഴിയുമ്പോഴും ഓരോരോ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ പോകണമെന്നല്ല. പിന്നെ ക്ലാസ് ടൈമിൽ ഞങ്ങളെന്താ പറയുക ഫ്രൈഡേ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ലാബ് ആയത് കാരണം എന്താ പറയുക പെട്ടെന്ന് ടൈം പോയി. പിന്നെ അവിടെ പോകുന്നുള്ളത് കാരണം അതിൻ്റേതായ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിനും മഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കട്ടോ. അപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു പുതിയ വെൻഡിങ് മെഷീൻ വന്നിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ഒന്നും ഇടാത്ത കാരണമാണ് നിങ്ങൾ കാണാത്തത്. പിന്നെ ലാബായിരുന്നു. ലാബ് ഞങ്ങൾക്ക് C++ ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തുവാ ഇവിടെ എന്താ കോളേജിൽ ഞാനിപ്പോൾ 4th സെമ്മാണ്. മൺഡേ മുതൽ ഇത് ഞാൻ സൺഡേ ആണ് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എപ്പം അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ മൺഡേ നാളെ ഇൻറ്റേർണൽ എക്സാമാണ്, ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമാണ് മലയാളം. എന്നിട്ട് ഞാൻ പഠിക്കാട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റെല്ലാം ചെയ്തിട്ട് ഒരു ഉച്ചയ്ക്ക്, ഇന്ന് സൺഡേ ആണല്ലോ, ഒരു ഉച്ചയ്ക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഷോർട്സിൻ്റെ ഒന്നും ആയിട്ടില്ല. ലോങ് വീഡിയോ എനിക്ക് വെറുതെ ഇരിക്കുകയാണല്ലോ. പഠിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും വേറെ എന്തെങ്കിലും ചെയ്യും. അതുപോലെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മലയാളം എക്സാമിൻ്റെയൊക്കെ കുറച്ച് നാടകവും കാര്യങ്ങളൊക്കെ ആയത് കാരണം എന്തൊക്കെയോ കുറേ യൂട്യൂബിലൊക്കെ നോക്കി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാലോ എന്നുള്ള ഒരു ഓർമ്മ വന്നത്. ലാബിലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാമാണ് ഗൈസ്. നമുക്ക് എക്സാമിന് 12 പ്രോഗ്രാംസ് ഉണ്ട്. ലാബിന് നമുക്ക് ഇൻറ്റേർണലിന് മാത്രമേ തിയറി ഉള്ളൂ, സെമ്മിന് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒരു മൂടേ ഉണ്ടായിരുന്നില്ല ലാബിൽ കയറിയാൽ. പിന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിക്കാതെ എനിക്കാണെങ്കിൽ എപ്പോൾ പ്രോഗ്രാം ചെയ്താലും ഒരു 5-6 എറർ ഉണ്ടാവും. അതിൽ തന്നെ പ്രാന്തം. പിന്നെ എററൊക്കെ കണ്ടുപിടിച്ച് മാറ്റി മാമിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് വെരിഫിക്കേഷനൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ ഇരിക്കുക. ഒരു ലഞ്ച് ബ്രേക്കിനുള്ള മുന്നത്തെ പീരീഡ് ആകുമ്പോൾ ഭയങ്കര ഒരു വിശക്കുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ കോളേജ് ബസ്സിൽ കയറി. പിന്നെ കുറച്ചുകൂടെ ആയപ്പോൾ ഒരു ഇതായി, അയ്യോ പോവാണ്, ആ ഒരു ഒഴിവ് വന്നു. പിന്നെ നമ്മൾ നേരെ സാധാരണ 31 പോവുക, ഇത് 9 ആട്ടോ, 9 ബസ് നമ്പർ. അത് ഗാന്ധിപുരം പോണ ബസ്സാണ്. ഞങ്ങൾ 3 പേരും സെറ്റായി റെഡിയായി
കോളേജ് ബസ്സിലൊക്കെ എന്താ പറയുക കളിച്ച് ചിരിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് വീട്ടുകാർക്കും ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് അതൊക്കെ ഓക്കെ ആക്കി. പിന്നെ ഇതെൻ്റെ ക്ലാസ്സിലെ പയ്യന്മാരാട്ടോ, അവരുടെ വീട് ഇവിടെയാണ്, കോയമ്പത്തൂർ തന്നെയാണ്. പിന്നെ നമ്മൾ ഫിയുടെ വീടെത്തി, കുറച്ച് നടന്ന്, പിന്നെ നമ്മൾ അവിടെ പോയി സ്നാക്സും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി മാറ്റി കഴിച്ച്. വേണം ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടതാണ് ഗേൾസ് വൈബ്. നമ്മൾ കുറേ എന്താ പറയുക അർമാദിച്ച് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട്. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, നമ്മുടെ കേരളം പോലെയേ ഇല്ല. രാത്രിയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ രാത്രി എല്ലാവരും ഇങ്ങനെ നടക്കണം. നമ്മൾ പാറി കുറേ അവിടെ നടന്ന് ഫുഡ് കഴിക്കാൻ പോയി. എന്താ പറയുക നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത്. പറഞ്ഞാൽ നൈറ്റൊന്നും അധികം പുറത്തിറങ്ങാത്തൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്ത്. നമ്മളിവിടെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോകണം, രാത്രി ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ പോകണം എന്നല്ല നല്ലപോലെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു ബർഗർ, ലോഡഡ് ഫ്രൈസ്, പിന്നെ എന്താ മുർഷിദ, അങ്ങനെ എന്താ ഈ ട്രെൻഡിങ് ഫുഡ്സൊന്നും കഴിക്കില്ല ഗൈസ്. അത് തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവളുടെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാം. പിന്നെ ജിഗിർദാന്ത്ര അങ്ങനെ ഒരു സാധനമുണ്ട്, അതൊക്കെ കഴിക്കണം പറഞ്ഞാൽ അതൊക്കെ കഴിച്ച് കുറേ നേരം പുറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കണ്ട്. എന്താ പറയുക ഉക്കടം, കരിമ്പ് കട, അവിടെയൊക്കെ നമ്മളിങ്ങനെ കുറേ നടന്ന് വെറുതെ ഒന്നുമില്ല, വെറുതെ നടന്ന് പറഞ്ഞാൽ വെറുതെ നടന്ന്. പിന്നെ കാളൻ, അതുപോലെ തന്നെ സ്വീറ്റ് കോണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ കഴിച്ച്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിട്ടോ, അവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ പിന്നെ നെയ്റ്റ് ആയതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഐസ്ക്രീംസ്, പിന്നെന്താ ലേസ്, നമ്മൾ കഴിക്കില്ലേ ഈ സ്നാക്സ്, അതൊക്കെ കഴിച്ച് യോഗേർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയാണ്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ്, എനിക്ക് കുപ്പി വികാരമാട്ടോ ഗൈസ്. കുപ്പി കണ്ടാൽ എനിക്ക് ഭയങ്കര ഒരിതാണ്. എവിടെ കുപ്പി കണ്ടാലും ഞാൻ എടുത്ത് നോക്കും. പിന്നെ ഇത് രാത്രി ഒരു 9:30 10 o'clock ഒക്കെ ആയിട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഫിയുടെ ഉമ്മയും വാപ്പയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അത് കൂടാതെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് നമ്മുടെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ടൗൺ, എൻ്റെ നിന്നൊക്കെ നെന്മാറിക്ക് പോകണമെങ്കിൽ ഒരു 9 kilometers ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ്, ഭയങ്കര ടൗൺ ഏരിയ ആണ് ഗൈസ്. പിന്നെ ആയിക്കോട്ടെ ഇവരുടെ എന്താ പറയുക വില്ലേജ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മിറർ കണ്ട എപ്പോഴുള്ള പട്ടി ഷോയാണ് ഗൈസ് ഞങ്ങളുടെ. പിന്നെ ഒരു ഐഫോണും കൂടെ ഉള്ളതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെയൊക്കെയോ കയ്യിൽ മേടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രി ഇവിടെ കണ്ടോ അടുത്തടുത്തടുത്ത് വീടുകളാണ്, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല, ഫുൾ ഫ്രീഡമാണ് ഗൈസ്. പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ടെറസിൽ കൊണ്ടുപോയിരുന്നിട്ട് പാട്ടെല്ലാം വെച്ച്. പിന്നെ ഓരോ കഥകൾ, ഞങ്ങൾക്ക് കഥകൾ പറയാനാണെങ്കിൽ എന്തോരം കഥയെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, കിടക്കുമ്പോൾ തന്നെ ഒരു 3 മണി, 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് എൻജോയ് ചെയ്ത് പറഞ്ഞാൽ നല്ലപോലെ രാത്രി എൻജോയ് ചെയ്ത് നല്ല ഒരു മറക്കാൻ പറ്റാത്ത വൈബായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കര മെമ്മറി ആയിരിക്കും. പിന്നെ മൈലാഞ്ചി എല്ലാം ഇട്ടിട്ടോ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഒരുപാട് കാര്യം, അന്താരാഷ്ട്ര ചർച്ചകൾ ഞങ്ങൾ ചർച്ച ചെയ്ത്. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭ്രാന്തായിരിക്കും, ഇല്ലെങ്കിൽ എന്തായിരിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ ഭയങ്കര മെമ്മറീസ് ആയിരിക്കും. ഞങ്ങളിങ്ങനെ ഡിഗ്രി പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എൻജോയബിൾ. ഞങ്ങൾ കുറേ കാര്യം പറഞ്ഞ്. പിന്നെ കുറേ എന്താ പറയുക ഗേൾസ് ഒരുമിച്ച് എന്താണെന്നുണ്ടാവുമെന്ന് കാണുന്ന ഗേൾസിനൊക്കെ അറിയാമല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. പിന്നെ നമുക്ക് എക്സാമിന് പോകണം. മെയിൻ നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എക്സാമാണല്ലോ. പിന്നെ എക്സാമിന് പോകാൻ വേണ്ടി കുളിച്ച് മാറ്റി റെഡിയായി. അയ്യോ അതാണ് പറയും, രാവിലെ എണിക്കാനേ വയ്യ. പിന്നെ മാറ്റി റെഡിയായി പൊട്ടിയൊക്കെ അടിച്ച് ഞങ്ങൾ എന്താ പറയുക ഒരു ഗെറ്റ് റെഡി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അതിനൊന്നും പറ്റിയില്ല. ഈ വീഡിയോ ഫിയ പോലും കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. അവൾ കുളിക്കാൻ പോയപ്പോൾ ഞങ്ങളെടുത്ത വീഡിയോ കേട്ടോ ഗൈസ്. ഞങ്ങൾ സുന്ദരി കുട്ടികളെ എക്സാമിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇത് എന്താ പറയുക നല്ലൊരു മെമ്മറി, പറഞ്ഞാൽ നല്ലൊരു മെമ്മറി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി. ഇവിടെയൊക്കെ സൂര്യനൊക്കെ പെട്ടെന്ന് വരും ഗൈസ്. റെഡിയായി മാറ്റി. പിന്നെ
എന്താ പറയുക, ഇവിടെ അധികം തണുപ്പൊന്നുമില്ല ഗൈസ്, എന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ മാറ്റി റെഡി ആയതിനു ശേഷം കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ പോയി. നല്ല രസമായിരുന്നു. എനിക്ക് ഇവിടുത്തെ വീടുകളാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്, അടുത്തടുത്തടുത്ത് വീടുകളും പിന്നെ എപ്പോഴും പുറത്തേക്കൊക്കെ പോവാം. ഇതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ, കൈപ്പത്തിരി, ചിക്കൻ കറി, അതൊക്കെ നമുക്ക് മറന്നുപോയി ഗൈസ് എടുക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞങ്ങൾ ഒരു എക്സാമിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ആൻഡ് ആൾസോ ഇതിലുള്ളത് ഡെയിലി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് കോയമ്പത്തൂർ, ഉക്കടം, കരിമ്പുകട, ഗാന്ധിനഗർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഒരു വ്ളോഗാണ്. അത്ര ലാഗ് അടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ളും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ആൻഡ് യൂസ്ഫുൾ പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും. ആൻഡ് മുർഷിദ് ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങൾ എക്സാമിന് പോകണ രാവിലെ കേട്ടോ. രാവിലെ ദാഫിയ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എക്സാമിന് പോകാൻ നിൽക്കുകയാണ്. യാ ഫുൾ ബിസിയാണ്. യാ കമോൺ ഗേൾ, ലെറ്റ്സ് 3 ഗേൾസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹായ് ഗായ്സ്. ഗൈസ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെയാണ്. നമ്മുടെ എന്താ പെന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, വ്ളോഗിങ്ങും എല്ലാം മാത്രമേ ഉള്ളൂ. ബട്ട് സെറ്റാക്കും. ഇതൊരു ബാങ്കിങ്ങിൻ്റെ ഒരു എക്സാമാണ്. ഇത് പേഴ്സണലി നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എഴുതുന്നതാണ്. ആൻഡ് വി റെഡി. ഇവിടെയൊക്കെ രാവിലെ ആകുമ്പോഴേക്കും സൂര്യൻ വരും ഗൈസ്. ചൂടെടുക്കണം. കുട്ടി മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഫിയുടെ വാപ്പ നമ്മളെ കൊണ്ടുവിടും. ഓക്കെ, അപ്ഡേറ്റ് തരാം ഗൈസ്, ബൈ. പിന്നെ നമ്മൾ എക്സാമിന് പോയത് നമ്മുടെ ഫിയുടെ ഉമ്മയും വാപ്പയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തുവാ, നല്ല എക്സാമിനും കാട്ടി നിങ്ങൾ വിചാരിക്കൽ ബുക്കും കാര്യങ്ങളൊന്നും പഠിക്കണ കണ്ടില്ല. ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്യും മാത്രമായിരുന്നു. പിന്നെ എക്സാമിന് കയറിയ അതൊന്നും എനിക്ക് എന്താ പറയുക ഓർമ്മ ഉണ്ടായിരുന്നില്ല എടുക്കാൻ. പിന്നെ ഇതാട്ടോ ഗൈസ് ഉക്കടം, കരിമ്പുകട. നിങ്ങൾക്കറിയായിരിക്കും കോയമ്പത്തൂർ, കാന്തിപുരമൊക്കെ. അപ്പം ഞാൻ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ച്. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടുത്തെ, കോയമ്പത്തൂരിനുള്ളത്. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫ്രൈഡേ വന്ന് സാറ്റർഡേ ഇത് ആഫ്റ്റർനൂണായി വീട്ടിലേക്ക് തിരിച്ചു പോകണം. എന്നാലും കിട്ടിയ ടൈം വെച്ച് ഞങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ലോട്ടസിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ എന്താ പറയുക, നല്ല വെയിൽ, കുറച്ച് വെയിലുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വെയിൽ ഒരുമാതിരി വെയിലാണ്, നല്ലപോലെ ടാനടിക്കുന്ന വെയിലാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടൈം തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ എക്സാം ഒരു 12:15 ഒക്കെ കഴിഞ്ഞതിന് ശേഷം 1 o'clock അവിടെ നിയർ അടുത്തായതാണ്. 1 o'clock 1:15 ആകുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എത്തി. നമ്മുടെ പാലക്കാടിലെ ലുലുവിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കോയമ്പത്തൂരുള്ളത് വലിയ ലുലു ആട്ടോ. നടന്നിട്ടും കണ്ടിട്ടും ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വലിയ ഒരു ലുലു ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ നടന്ന് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഫുൾ എന്താ പറയുക. പിന്നെ നടന്ന് അവസാനം കാലും കൈയൊക്കെ വേദനിച്ച് ഗൈസ്, അമ്മാതിരി നടക്കില്ല ഞങ്ങൾ നടന്ന്. പിന്നെ ഓരോ സാധനങ്ങൾ ഇത് കണ്ടോ, മറ്റേ ഡയപ്പറിൻ്റെ അവിടെ പോയിട്ട് എനിക്കൊന്ന് മേടിച്ച് തരുമോ എന്നൊക്കെ മുർഷിദാൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ ചോദിക്കുമായിരുന്നു. പിന്നെ മിറർ കണ്ടാൽ ഗേൾസ് വൈബാണ് ഗൈസ്. മിറർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുത്തെ ഞങ്ങൾ പോയവിടെ ഒരുപാട് മിറർ ഉണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്വയം അഹങ്കാരം എന്ന രീതിക്ക് ഞങ്ങൾ ഒരുപാട് മിറർ സെൽഫി എടുത്ത്. പിന്നെ ഫേക്ക് ഈ ബാഗ് ഇഷ്ടമായിട്ട് എൻ്റെ അടുത്ത് മേടിച്ചേരെന്നൊക്കെ ചോദിച്ചു. പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവിടെ കൊണ്ട് വെച്ചോ, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ ഗേൾസിൻ്റെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് എന്താ കഴിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മുർഷിദാക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാണ്. പിന്നെ ഗായ്സ് ഇതാണ് കേട്ടോ ഞാൻ, എന്ത് സുന്ദരിയാലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു ഗ്ലാസ് കണ്ടു. പിന്നെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഗൈസ്, കാല് വെച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ മീൻ കണ്ടു. എനിക്ക് മീൻ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ മീൻ വളർത്തിയതിൻ്റെയൊക്കെ ഇത് വെച്ച് അത് മരണപ്പെട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ അതിനെ വെറുതെ അതവിടെ ഇരുന്ന് കളിച്ചോട്ടെ ഞാൻ, കാരണം അതിൻ്റെ ഒരു ജീവൻ പോകണ്ടല്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്താക്കി, മീനൊന്നും മേടിച്ചില്ല. ഞാൻ മേടിച്ചില്ല. ഫിയൊക്കെ കുറേ കളർ മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷിൻ്റെ അവിടെയൊക്കെ ജീവനുള്ള ഫിഷും കുറേ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കുറേ ലേറ്റൊക്കെ അവിടെ ഉള്ളായിരുന്നു. ഞങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരിയൊക്കെ ആയിരുന്നു.
നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമുക്ക് മതിയായി ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇരുന്ന് അതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളത് ഇൻസ്റ്റയിലും സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വെക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മാക്സ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ നമ്മുടെ ടൈമില്ല. പക്ഷെ നമ്മൾ നേരെ വിട്ടു മാക്സിലോട്ട്. മാക്സിൽ പോണ വഴി കുറേ മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഗേൾസിൻ്റെ ക്യൂട്ട്നെസ്സാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് കുറേ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ട്രയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് 2:30 ഒക്കെ ആയി, 2:30 3 o'clock ഒക്കെ ആയി. നമ്മൾ മാക്സിലെത്തിയപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് തിരിച്ച് ഇന്ന് തന്നെ സാറ്റർഡേ തന്നെ പോണതുകൊണ്ട് അധികമൊന്നും നമ്മൾ അവിടെ നിന്നില്ല ഗൈസ്. നേരെ കുറച്ച് ഫോട്ടോസും ഡ്രസ്സിൻ്റെ കളക്ഷൻ നോക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ വില നമ്മൾ നോക്കിയില്ല, അങ്ങനെ അവിടെ മാറ്റി വെച്ച്. പിന്നെ മുർഷിദയും ഞാനും കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങൾ കപ്പിൾസായി ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള തന്നെ ഒരു മന്തി ഷോപ്പിലോട്ടാണ് പോയത്. കടയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഭയങ്കര വെയിലും വിശപ്പായത് കാരണം നേരെ പോയി കൈയെല്ലാം കഴുകി നേരെ ഒരു ജല്ലിക്കെട്ട് മന്തി, പിന്നെ ഒരു പെരി മന്തി കഴിച്ച സാധനത്തിൻ്റെ പേരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. പിന്നെ ഒരു ഫലൂഡ കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഫ്രണ്ടിൽ ഈ കട കാണുമ്പോൾ അധികം ലുക്കൊന്നുമില്ല, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ വേറെ എവിടെയോ എത്തിയ പോലെയായി ഗൈസ്. കുറേ മനുഷ്യർ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. പിന്നെ ഫുഡൊക്കെ വന്നു. ഇതിലൊക്കെ കണ്ടോ ഗൈസ്, ഓരോരുത്തരിങ്ങനെ പേരും കാര്യങ്ങളും ഇൻസ്റ്റയിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. പിന്നെ ഈ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പി പൊട്ടിച്ചാൽ നമ്മളതിൻ്റെ പൈസ കൊടുക്കണം. നമ്മളിത് ഫ്രീ ആണ് പൊട്ടിച്ച് ഗൈസ്. പിന്നെ എന്താ, ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെയും 3 ഗേൾസ് വന്നു ഗൈസ്, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മുഖമൊക്കെ ഒരുമാതിരി ഇതായി ഗൈസ്. പിന്നെ നമ്മൾ നേരെ ഫുഡ് വന്ന് കഴിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഗൈസ്. തിരക്കുള്ള കാരണം അത്രയ്ക്ക് വലിയ ആസ്വാദനമൊന്നും കിട്ടിയില്ല. മന്തി എല്ലാം സൂപ്പറായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അത്ര മന്തി പോരാ തമിഴ്നാട്ടിൽ. പിന്നെ മുർഷിദാക്ക് ചിക്കൻ മന്തി അതൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം അവളൊരു ഫലൂഡയിൽ ഒതുക്കി ഗൈസ്. പിന്നെ ഫുഡും കാര്യങ്ങളും. പിന്നെ നമുക്ക് സ്പ്രൈറ്റോ പെപ്സിയോ നിർബന്ധമാണ് ഇതിങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ. പിന്നെ നമ്മൾ കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പോലെ ഫുഡ് കുഴപ്പമില്ല. എനിക്ക് പെരിയൊക്കെ ഞാൻ വിചാരിച്ചു ഒരുപാട് എരിവുണ്ടായിരുന്നു. എനിക്ക് എരിവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ജെല്ലിക്കെട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഒരു 4 o'clock 4:30 ഒക്കെ ആയിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ എനിക്ക് ലഡ്ഡു ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഫീൻ്റെ വാപ്പ നമുക്ക് ലഡ്ഡുവും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്ന്. പിന്നെ നമ്മൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഗൈസ്. പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ എക്സാമിൻ്റെ ഇത് വന്നു തന്നെ അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഒരു ഫീലിങ്നെസ് പോവാണ് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയിരുന്നു ഞാനും മുർഷിദയും കൂടെ. ഞങ്ങൾ മുഖമൊക്കെ നോക്കുക ഗൈസ്, എന്ത് പാവപ്പെട്ട പിള്ളേർ പോണെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സൺഡേയും കൂടി ഇരുന്ന് ഇതാക്കാൻ വിചാരിച്ച്. പിന്നെ മുർഷിദ പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി ഗൈസ്. അതിന് ശേഷം അവൾ കൂട്ടുപാതയിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി. അവൾ നേരെ ചാവടിയിൽ നിന്ന് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇരുന്ന് പിന്നെ എൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവളും വരാൻ പറഞ്ഞു KSRTC വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിനക്ക്, അവൾക്ക് പിന്നെ അവിടെ നിന്ന് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ KSRTC മൈതാനം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നെന്മാറ ബസ്സെല്ലാം പിടിച്ച് വീട്ടിൽ പോയി. പിന്നെ ആ ബസ്സിൽ ഒടുക്കത്തെ തിരക്കായത്. പിന്നെ എനിക്ക് വീടെടുക്കാനൊന്നും ഒരു മൂടേ ഉണ്ടായിരുന്നില്ല. മീൻസ് ഫുൾ തളർന്നു പോയി ഗൈസ്. അങ്ങനെ നേരെ വീട്ടിലോട്ടൊക്കെ വിട്ട് നേരെ വീട്ടിലൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഗൈസ്. വീടൊക്കെ എത്തിയപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര അടിച്ചു പൊളിച്ചല്ലോ എന്നല്ല ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടമായി ഗൈസ്. ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ അടുത്ത വീഡിയോയിൽ കാണാം.